بسم الله الرحمن الرحيم الحمد لله على إنعامه والصلاة والسلام على سيدنا محمد وآله وأصحابه ബഹുമാന്യരെ, പരിശുദ്ധ റമദാനിൽ നാം നിർവഹിക്കുന്ന തറാവീഹ് എന്ന നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ അധികം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബഷീർ ദാരിമി KK എന്ന ഒരു വഹാബി ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഷാരിഹുൽ മുഹഖിഖ് ഇമാം മഹല്ലിയുടെ മിൻഹാജിൻ്റെ ശറഅയ കൻസുർ റാഗിബീൻ എന്ന ആ ലോകപ്രസിദ്ധ കിതാബ് 20 ചില്ലാനും വർഷങ്ങൾ എടുത്ത് വളരെ ചിന്തിച്ച് തഹ്ഖീഖാക്കി മദ്ഹബിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പ്രമാണങ്ങളെ കൊണ്ട് വിഷയങ്ങൾ സമർത്ഥിക്കുകയും അതിനെ ഒരാളും എതിർക്കാൻ കഴിയാത്ത നിലക്ക് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കിതാബാണ് ഇമാം മഹല്ലിയുടെ ശറഹ്. ആ ശറഹ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിലുള്ളത് തറാവീഹ് നിസ്കാരം 8 റക്അത്താണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിൻ്റെ ഉദ്ധരണികൾ മുഴുവനും ഉദ്ധരിക്കുകയോ, ഉദ്ധരിച്ചത് തന്നെ വായിച്ചത് തെറ്റില്ലെങ്കിലും അർത്ഥം പറഞ്ഞത് വളരെയധികം തെറ്റുമായി അദ്ദേഹം സമർത്ഥിച്ചു. അവസാനം വെല്ലുവിളിക്കുകയും ചെയ്തു, ഇത് ഞാൻ പറഞ്ഞ മാതിരിയല്ലെങ്കിൽ അത് ഏതെങ്കിലും മൂല്യാക്കന്മാർ, മുസ്ലിയാക്കന്മാർ തിരുത്തിത്തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആത്മാർത്ഥതയോട് കൂടെയാണ് ആ പറഞ്ഞത് എങ്കിൽ അദ്ദേഹത്തിനിക്ക് തിരുത്താനും, വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ആ വഞ്ചനയുടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടാനും ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇമാം മഹല്ലിയുടെ പേരിൽ കളവാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദ്ധരണി ഉദ്ധരിച്ച് അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ തെറ്റ് വന്ന ഭാഗങ്ങൾ അവസാനം ഞാൻ ഉദ്ധരിക്കും. ഞാൻ സലീം ദാരിമി ചെർള. ഇമാം മഹല്ലി പറയുന്നു, മിൻഹാജ് അടക്കമാണ് ഞാൻ വായിക്കുന്നത്. വല്ലസഹു അന്നൽ ജമാഅത തുസന്നു ഫിത്തറാഹിബിഹി. ശാഫിഈ ഇമാമിൻ്റെ ശിഷ്യന്മാർക്കുള്ള ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങളിൽ വച്ച് ഏറ്റവും പ്രബലമായ അഭിപ്രായം തറാവീഹിൽ ജമാഅത്ത് സുന്നത്തുണ്ട് എന്നുള്ളതാകുന്നു. ഇതാണ് മത്തിന്, ഇമാം നവവിയുടെ വരികളാണത്. അതിനാണ് മഹാനായ മഹല്ലി ശർഹ് എഴുതുന്നത്, വഹിയ 20 റക്അതൻ. തറാവീഹ് എന്നത് 20 റക്അത്താകുന്നു. ബി അശ്രി തസ്ലീമാത്തിൻ, 10 സലാം വീട്ടലോട് കൂടെ. വാജിബായ 10 സലാമാണ് പറയുന്നത്. ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന, റമളാനിൽ നിന്നുള്ള ഓരോരോ രാത്രിയിലും ഉള്ള നിസ്കാരമാണത്. ബൈന സ്വലാത്തിൽ ഇശായി വ തുലൂഇൽ ഫജ്രി, ഇശാ നിസ്കാരം നിർവഹിച്ചതിൻ്റെയും ഫജ്ർ ഉദിക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്ത്. വൽ അസ്ലു ഫീഹാ, ഈ തറാവീഹിലുള്ള അസ്ർ, ഇത് ഇമാം മഹല്ലിയുടെ പ്രത്യേക ഒരു ഇബാറത്താണ്, ശൈലിയാണ്. ഒരു മുഖല്ലിദിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ തെളിവ് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ പറഞ്ഞതാണ്, അതാണ് ഉദ്ധരിച്ചത്. വല്ലസഹു അന്നൽ ജമാഅത തുസന്നു ഫിത്തറാവീഹി വഹിയ 20 റക്അ ബിഅശ്രി തസ്ലീമാത്തിൻ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ബൈന സ്വലാത്തിൽ ഇശായി വ തുലൂഇൽ ഫജ്രി എന്നത്.
പിന്നെ അത് ഇമാമിയങ്ങൾക്ക് അത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് വല്ലസ്ലു ഫിഹ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഉദ്ധരണി വല്ലസഹു മുതൽ ബൈന സ്വലാത്തിൽ ഇശായി വതുലൂഇൽ ഫജ്രി എന്നതിൽ ഇമാം മഹല്ലി 7 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 1, റമദാനിൽ പ്രത്യേകമായി സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ് എന്നത്. 2, തറാവീഹ് വിത്രല്ല, വിത്രൊന്ന് വേറെയാണ്, തറാവീഹ് വേറെയാണ്. 3, തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കരിച്ചതിൻ്റെയും തുലൂഉൽ ഫജ്റിൻ്റെയും ഇടയിലുള്ള സമയമാകുന്നു. 4, തറാവീഹ് ഏറ്റവും പൂർണ്ണമായത് 20 റക്അത്താണ്. ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പം അതിൻ്റെ അർത്ഥമുള്ള 2 തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിച്ചാൽ ആ 2 പൂർത്തിയായി. അങ്ങനെ 10 പ്രാവശ്യമായി ഇപ്പോൾ ഈ 2 റക്അത്തായി 10 സലാം കൊണ്ട് നിസ്കരിക്കുന്ന ഓരോരുത്തർക്കും കഴിയുന്നത്ര നിസ്കരിക്കാം. കൂടിയാൽ 20 വരെ പോവാം. അതാണ് 4. 5-മത്തത് തറാവീഹിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. 6, തറാവീഹ് ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കണം. ഈ 2-നേക്കാൾ ചുരുക്കി ഒറ്റ റക്അത്ത് നിസ്കരിക്കാൻ അനുവദിക്കപ്പെടുന്നതല്ല. അല്ലെങ്കിൽ 4, 8, 20 ഒന്നായിട്ട് ഒറ്റ തക്ബീറത്ത് കൊണ്ടോ നിസ്കരിക്കാൻ പറ്റുകയില്ല. വിത്റാണെങ്കിൽ 11 റക്അത്ത് ഒറ്റ സലാം കൊണ്ട് വീട്ടിൽ നിസ്കരിക്കാം. ഒറ്റ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ഒറ്റ സലാം കൊണ്ട് നിസ്കരിക്കാം. ളുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ 4 കൂട്ടി നിസ്കരിക്കാം. അതുപോലെ തറാവീഹ് പറ്റൂല. അത് ഈ രണ്ട് റക്അത്തുകളായി തന്നെ നിർവഹിക്കപ്പെടേണ്ടതാകുന്നു. 7, ഈ നിസ്കാരത്തിൻ്റെ പ്രത്യേകമായ പേരാണ് തറാവീഹ് എന്നുള്ളത്. ഈ 7 കാര്യങ്ങളാണ് ഈ ഇബാറത്ത് കൊണ്ട് മഹാനവർ വരുത്തിയത്. വല്ലസഹു അന്നൽ ജമാഅത തുസന്നു ഫി തറാവീഹി വഹിയ 20 റക്അതൻ ബി10 തസ്ലീമാത്തിൻ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ബൈന സ്വലാത്തിൽ ഇശാഇ വതുലൂഇൽ ഫജ്ർ. മഹാനായ ശാരിഹുൽ മുഹഖിഖ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ 7 കാര്യവും ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തെളിവുകളെ കൊണ്ട്, ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഈ പറഞ്ഞ 7 കാര്യവും തെളിയിക്കാൻ പോവുകയാണ്. വളരെ വ്യക്തമായി ചിന്തിക്കണം. മഹാനവർ പറയുന്നു വൽ അസ്ലു ഫീഹ. അവിടെ അസ്ലു എന്ന് ഉപയോഗിക്കാനുള്ള പ്രത്യേക പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ തറാവീഹ് നിസ്കാരത്തിലുള്ള അസ്ല്, തറാവീഹ് നിസ്കാരം എന്ന് മുതൽ തുടങ്ങി അത് എവിടുന്ന് വന്നതാണ്? الأصل ما روى الشيخان عن عائشة رضي الله عنها. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖറജ, പുറപ്പെട്ടു, മിൻ ജൗഫിൽ ലൈലി, രാത്രിയുടെ ഉള്ളിൽ, ലയാലിയ മിൻ റമളാന, റമളാനിൽ നിന്നുള്ള കുറേ രാത്രികളിൽ, വസല്ലാ ഫിൽ മസ്ജിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. വസല്ലന്നാസു ബിസലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തെ അവലംബിച്ചും കൊണ്ട് ജനങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. ഫീഹ, ആ രാത്രികളിൽ. ഇവിടെ നബി തങ്ങൾ പുറപ്പെട്ടത് വീട്ടിൽ നിന്നല്ല,
അത് തെറ്റിദ്ധാരണയാണ്, അറിയായ്മയാണ്. റമളാനിലെ അവസാനത്തെ പത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഒരു ഭാഗത്ത് പായകളെ കൊണ്ട് മറ ഉണ്ടാക്കി. ആ മറയിൽ നബി തങ്ങൾ ഇഅ്തികാഫിരിക്കുന്നവരായിരുന്നു. ആ പള്ളിയിൽ നിന്ന് മിഹ്റാബിൻ്റെ ഭാഗത്തേക്ക് ജനങ്ങൾക്ക് തുടരാൻ പറ്റുന്ന ഭാഗത്തേക്ക് പുറപ്പെട്ടു എന്നാണ്. എന്നാൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നല്ല. ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. ശിഹാബ് സിത്ത, ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു സുനൻ അർബഈൻ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ ഒരു ഭാഗത്ത് പായ കൊണ്ട് മറ ഉണ്ടാക്കി അതിലിരിക്കുന്നവരായിരുന്നു. അതിൽ നിന്നാണ് നബി തങ്ങൾ പുറപ്പെട്ടത്. അത് ചിന്തിക്കേണ്ട വിഷയമാണത്. അത് സിഹാവുസിത്തൻ്റെ ഹദീസാണ്. ബുഖാരി നോക്കിയാൽ, മുസ്ലിം നോക്കിയാൽ, ഏത് കിതാബുകൾ നോക്കിയാലും ആ സംഭവം അതിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഈ ഹദീസ് ആയിഷ ബീവിൻ്റെ ഹദീസാണ് ഇപ്പോൾ വായിക്കുന്നത്. മഹല്ലി അങ്ങനെ ജനങ്ങൾ കൂടി വന്നു. ഫലം യഖ്റുജ് ലഹും ഫിറാബിഅതി, നാലാമത്തെ രാത്രിയിൽ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ലയാലിയ എന്ന് പറഞ്ഞത് 3 ദിവസമാണെന്ന് മനസ്സിലായി. കാരണം 4-ാം ദിവസമാണ് പുറപ്പെടാത്തത്. അപ്പോൾ 3 ദിവസം പുറപ്പെട്ടു. വഖാല ലഹും സബീഹതഹാ, ആ 4-ാമത്തെ ദിവസത്തെ രാവിലെ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖശീതു അൻ തുഫ്റദ അലൈക്കും സ്വലാത്തുൽ ലൈൽ, സ്വലാത്തുൽ ലൈൽ നിങ്ങളുടെ മേലിൽ ഫർളാക്കപ്പെടലിനെ ഞാൻ ഭയപ്പെട്ടു. ഫതഅജിസു അൻഹാ, അപ്പോൾ നിങ്ങൾക്ക് അതിനെ തൊട്ട് കഴിയാതെ വരും, നിങ്ങൾ അശക്തരായി വരും. അതുകൊണ്ട് ഞാൻ പുറപ്പെടാതിരുന്നതാണ്. ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ആവേശം തുടർന്ന് വരികയാണെങ്കിൽ അത് ഫർളാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് ഫർളാക്കണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ പുറപ്പെടാതിരുന്നതാണ്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ അർത്ഥമാണത്. ഇവിടെ ഇതിൽ നിന്നെന്ത് മനസ്സിലായി? ഇമാം മഹല്ലി ഈ ഹദീസിനെ കൊണ്ടുവന്നത് തറാവീഹ് എന്ന് പറയുന്ന ഒരു നിസ്കാരം, നബി സല്ലല്ലാഹു ഒരു പ്രത്യേക നിസ്കാരം രാത്രിയിൽ നബി തങ്ങൾ നിസ്കരിച്ചിരുന്നു 3 ദിവസം ജമാഅത്തായിട്ട്. അപ്പോൾ ജമാഅത്തായി നിസ്കരിച്ചു എന്നുള്ളതിന് തെളിവായി. റമളാനിൽ പ്രത്യേകമായി ജമാഅത്തായിട്ട് നിസ്കാരം നിസ്കരിച്ചു. ഇനി കണ്ടോ, വറവാ ഇബ്നു ഖുസൈമത വഹിബ്ബാന, ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും, ഉസ്താദ്മാർ വായിക്കൽ ഹബ്ബാൻ എന്ന് നുസ്ഖുണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു ഫീ റമളാന, പരിശുദ്ധ റമളാനിൽ 8 റക്അത്തിൻ, 8 റക്അത്തുകളെ നിസ്കരിച്ചു. സുമ്മ ഔത്തറ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു, തൊട്ടടുത്ത ദിവസമായപ്പോൾ ഇജ്തമഅനാ ഫിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി. വറജൗനാ, ഞങ്ങൾ ആഗ്രഹിച്ചു അൻ യഖ്റുജ ഇലൈനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് പുറപ്പെടലിനെ. ഹത്താ അസ്ബഹ്നാ, ഞങ്ങൾ സുബഹി ആകുന്നത് വരേക്കും നബി തങ്ങൾ പുറപ്പെടലിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി. കണ്ടോ, ഈ ഹദീസ് വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്കരിച്ചിട്ടുള്ളൂ.
صلى بنا رسول الله صلى الله عليه وسلم في رمضان 8 ركعات ثم أوتر فلما كانت القابلة തൊട്ടടുത്ത ദിവസമായപ്പോൾ 8 നിസ്കരിച്ച് പിറ്റത്തെ ദിവസം ആ കാബിലത്ത് തന്നെ തൊട്ടടുത്ത ദിവസം. അപ്പോൾ ജാബിർ റളിയല്ലാഹു നബി തങ്ങളെ തൊട്ട് കൂടെ നിസ്കരിച്ചത് ഒരൊറ്റ ദിവസമാണ്. അതിൻ്റെ മുമ്പത്തെ 2 ദിവസം നിസ്കരിച്ചതിനെ സംബന്ധിച്ച് ചർച്ച തന്നെ ഇല്ല. കാരണം ജാബിർ 2 ദിവസം ഒരുമിച്ച് കൂടിയിട്ടില്ല റളിയല്ലാഹു അൻഹു. അതാണ് ഇമാം മഹല്ലി തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ ബിദ്അത്തുകാരുടെ സ്വഭാവം എന്താ? എത്ര വലിയ ഇമാമാണെങ്കിലും, അള്ളാഹുവിൻ്റെ ഖുർആനാണെങ്കിലും റസൂലുള്ളാഹിൻ്റെ ഹദീസാണെങ്കിലും മഹാന്മാരെ മുജ്തഹിദീങ്ങൾ ഇജ്മാ ആണെങ്കിൽ പോലും അതിൽ നിന്ന് അവരുടെ ബിദ്അത്തിനോട് യോജിച്ചത് മാത്രം വാക്കുകൾ പറയാക്കുക എന്നുള്ളതാണല്ലോ. എന്നിട്ട് ആ പറഞ്ഞ വഹാബി മുസ്ലിയാർ ഇത് ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസവും 8 റക്അത്ത് നിസ്കരിച്ചു എന്നതിന് തെളിവാണ് ഈ ഹദീസ്. ഇത് പറയുന്നുണ്ട്. എങ്ങനെ ഒറ്റ ദിവസം ഞാൻ നിസ്കരിട്ടുള്ളൂ എന്നല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്? അത് തന്നെ ഇമാം മഹല്ലി പറയുന്നുണ്ടോ? വകഅന്ന ജാബിറൻ ഇന്നമാ ഹളറ ഫിൽ ലൈലത്തി സാലിസ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു 3-ാമത്തെ രാത്രിയിൽ മാത്രം സന്നിഹിതരായി എന്നത് വളരെ വ്യക്തമായതുപോലെയുണ്ട്. അന്ന ജാബിറൻ ജാബിറായതുപോലെയുണ്ട്. ഇന്നമാ ഹളറ തീർച്ചയായും അവർ ഹാജരായി ഫിൽ ലൈലത്തി സാലിസത്തി 3-ാമത്തെ രാത്രിയിൽ, വറാബിഅത്തി 4-ാമത്തെ രാത്രിയിലും, അതിന് തങ്ങൾ പുറപ്പെടാത്ത രാത്രി. അപ്പോൾ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി ഇവിടെ കൊണ്ടുവന്നത് റമളാനിൽ തറാവീഹ് എന്ന് പറയുന്ന ഒരു പ്രത്യേക നിസ്കാരമുണ്ട് എന്നും വിത്ർ എന്ന് പറയുന്ന മറ്റൊരു നിസ്കാരമുണ്ട് എന്നും വെച്ച് തീർക്കാനാണ്. കണ്ടോ? സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന 8 റക്അത്തിൻ സുമ്മ ഔതറ. അവിടെ പുറത്തുള്ളത് തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 റക്അത്ത് റമളാനിൽ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. സുമ്മ ഔതറ, പിന്നെ വിത്ർ വേറെ നിസ്കരിച്ചു. അപ്പോൾ വിത്ർ വെട്ടി ചുരുക്കിയിട്ട് ഒരു 8ഉം പിന്നെ വിത്റിൻ്റെ വേറൊരു 3ഉം. അതിന് 8ഉം 3ഉം ഒക്കെ വിത്ർ തന്നെയാണ് എന്നല്ല, വിത്ർ വേറുണ്ട്. തറാവീഹ് വേറൊരു പ്രത്യേക റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ് എന്ന് വെച്ച് തീർക്കാനാണ് ഇത് കൊണ്ടുവന്നത്. അന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് കൂടെ നിസ്കരിച്ചത് 8 റക്അത്താണ്. പിന്നെ മുമ്പത്തെ 2 ദിവസം എത്ര നിസ്കരിച്ചു അതിവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഒരു ഹദീസിലും അത് വ്യക്തമാക്കിയിട്ടില്ല. നബി തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചത് തന്നെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ എത്രയാണ് നിസ്കരിച്ചത് എന്ന് ഈ ഹദീസിലില്ല, ഒരു ഹദീസിലുമില്ല. അവസാനത്തെ ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത് 8 റക്അത്താണ്. അവിടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അലീസ് ഇബ്രാഹിം മല്ലസി എടുത്ത് നോക്ക്. അവർ പറയുന്നത് എന്താ? വേറെ മഹാന്മാരും പറയുന്നുണ്ട് നബി തങ്ങൾ പുറപ്പെട്ടത് കുറേ വൈകിയാണ്, 3-ാമത്തെ ദിവസം തന്നെ. ആ പുറപ്പെടുന്നത് വരേക്കും ജനങ്ങളും റസൂലുള്ളാഹി തങ്ങളും നിസ്കാരത്തിൽ തന്നെ ആയിരുന്നു. ആ നിസ്കാരം ബാക്കിയുള്ളത് ഈ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഒറ്റക്ക് നിസ്കരിച്ചതാവാം. അങ്ങനെ കിതാബുകൾ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പറട്ടെ, ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി ഈ ഹദീസ് ഇബ്നു ഖുസൈമയുടെയും ഇബ്നു ഹിബ്ബാൻ്റെയും ഹദീസ് കൊണ്ടുവന്നത് വിത്റും തറാവീഹും രണ്ടും രണ്ടാണെന്ന് വ്യക്തി തീർക്കാനാണ്. തറാവീഹ് 20 റക്അത്താണ് എന്ന് എനിക്ക് തെളിവ് പറയുന്നേ ഉള്ളൂ. മഹല്ലി തുടരുകയാണ്. വമാ റുവിയ അന്നഹു സ്വല്ലാ ബിഹിം 20 റക്അത്തൻ കമാ ഖാല الرافعي ضعفه البيهقي. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ കൊണ്ട് നിസ്കരിച്ചത് 20 റക്അത്താണ് എന്ന് ഇമാം റാഫി റളിയല്ലാഹു അൻഹു, മദ്ഹബിലെ പ്രധാനപ്പെട്ട മുഹദ്ദിറുൽ മദ്ഹബാണ് ഇമാം റാഫി. അവർ പറയുന്നതാണ് നബി തങ്ങൾ നിസ്കരിച്ചത് 20 എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് ലഅഫഹുൽ ബൈഹഖി, ആ ഹദീസ് ലഈഫാണെന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അത് തെളിവിന് പറ്റൂല തറാവീഹ് 20 എന്നതെനിക്ക്. തറാവീഹിൻ്റെ റക്അത്തുകൾ 20 എന്നതെനിക്ക് നബി തങ്ങൾ ആ പുറപ്പെട്ട ദിവസങ്ങളിൽ 20 നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതിന് തെളിവിന് പറ്റൂല. കാരണം ആ ഹദീസ് ദഈഫാണ്. ആ ഹദീസ് കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലക്ഷ്യം പിടിച്ചിട്ടില്ല. ഇമാം ഷാഫിയുടെ അസ്ഹാബ് ലക്ഷ്യം പിടിച്ചിട്ടില്ല. കാരണം അത് ദഈഫാണ്. ഇമാമിങ്ങൾ കളങ്കമില്ലാത്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരാണ്. ഈ സലഫികളെ മാതിരി വഹാബികളെ മാതിരി എന്തെങ്കിലും അവരുടെ ആശയം മാത്രം പറയുന്നവരല്ല. കണ്ടോ, സത്യം തുറന്ന് പറയുന്നു. ഹദീസിലുണ്ട് 20 റക്അത്ത് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു ഈ 3 ദിവസങ്ങളിലും എന്ന്. ആ ഹദീസ് ദഈഫാണ്, അത് തെളിവിന് പറ്റൂല. وانقطع الناس عن فعلها جماعة في المسجد إلى زمن عمر بن الخطاب رضي الله عنه. പള്ളിയിൽ വെച്ച് ഒരു ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കലിനെ തൊട്ട് ജനങ്ങൾ മുൻകത്തിയായി മുറിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരേക്കും ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് ആദ്യത്തെ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് 2ാം വർഷം മുതലാണ് ഒറ്റ ഇമാമിൻ്റെ മേലിൽ ഒരുമിച്ച് കൂട്ടിയ സംഭവം പറയുന്നത്. ഫഫഅല ബഅ്ളുഹും ദാലിക. അങ്ങനെ ആ സ്വഹാബികളിൽ നിന്ന് ആ നബിൻ്റെ സ്വഹാബികളും താബികളും നബിൻ്റെ ഉണ്ടല്ലോ, അതാ ജനങ്ങൾ ജനങ്ങൾ ഈ കാര്യത്തെ ചെയ്തു. തറാവീഹിനെ ചെയ്തു, ജമാഅത്തായിട്ടും ചെയ്തു, ഒറ്റക്കായിട്ടും ചെയ്തു, പല നിലക്കും ചെയ്തു. ഫജമഅഹും ഉമറു. അങ്ങനെ ജനങ്ങളെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി. അലാ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ബിൻ കഅബ് അക്റഉക്കും ഉബയ്യ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേലിൽ ഒരുമിച്ച് കൂട്ടി. ഫസല്ലാ ബിഹിം ഫിൽ മസ്ജിദി. അങ്ങനെ ഉബയ്യ് ബിൻ കഅബ് ജനങ്ങളെ കൊണ്ട് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഖബല അൻ യനാമു. അവരെല്ലാവരും ഉറങ്ങുന്നതിൻ്റെ മുമ്പ്. ഇന്നത്തെ മാതിരി തറാവീഹ് ഇശാസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ. റവാഹുൽ ബുഖാരിയോ. ഈ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി എന്ന് പറയുന്നത്. വറവൽ ബൈഹഖിയോ വഗൈറുഹു. ഇമാം ബൈഹഖിയും ബൈഹഖി അല്ലാത്തവരും റിവായത്ത് ചെയ്തു. ബിൽ ഇസ്നാദി സ്വഹീഹി. സ്വഹീഹായ ഇസ്നാദോട് കൂടെ. ഇനി ശ്രദ്ധിക്കണ്ട്, ഇമാം ബൈഹഖി അല്ലാത്ത ധാരാളം മഹാന്മാർ ഇമാം മാലിക് അടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാ ആ ഹദീസിൻ്റെ ഇസ്നാദ് സ്വഹീഹാണ്, തെളിവിന് പറ്റും, ദഈഫല്ല. അതാര് പറഞ്ഞു? കമാ ഖാല ഫീ ശർഹിൽ മുഹദ്ദബി. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞതുപോലെ. ശർഹുൽ മുഹദ്ദബിനെ ഇമാം പറയുന്നുണ്ട്, ഈ ബൈഹഖിയുടെയും ബൈഹഖി ഇമാം അല്ലാത്ത റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹാണ്, ഇസ്നാദ് സ്വഹീഹാണ്. എന്താണ്? അന്നഹും കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമറ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാന. അവർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. ബിഇശ്രീന റക്അത്തിൻ. 20 റക്അത്ത് കൊണ്ട് റമളാൻ നിസ്കരിക്കുന്നവരായിരുന്നു. ബിഇശ്രീന റക്അ. അന്നഹും കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാന ബിഇശ്രീന റക്അത്തിൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ 20 റക്അത്ത് കൊണ്ട് നിസ്കരിക്കുന്നവരായിരുന്നു. അതിന് ഇസ്നാദ് സ്വഹീഹാൻ. വറവാ മാലികും ഫിൽ മുഅത്തഇ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്തയിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബിസലാസിൻ വഇശ്രീന. 23 എന്നതുകൊണ്ട് 23 കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് മുഅത്തയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജനങ്ങൾ പള്ളിയിൽ വെച്ച് റമളാനിൽ നിസ്കരിച്ചിരുന്നത് 23 റക്അത്താണ്.
സ്വഹിയായ ഇസ്നാദോട് കൂടെ ബഹുമാനപ്പെട്ട ബൈഹഖിയും അല്ലാത്ത റിപ്പോർട്ട് ചെയ്യുന്നു 20 റക്അത്താണ്. അപ്പോൾ 20 23 തമ്മിൽ എതിരായില്ലേ? വജമഅൽ ബൈഹഖിയു ബൈനഹുമാ, ഈ രണ്ട് ഹദീസിൻ്റെയും ഇടയിൽ ഇമാം ബൈഹഖി ജമ്മ് ചെയ്തു, ഒപ്പിച്ചു. എങ്ങനെ ഒപ്പിച്ചു? ബി അന്നഹും കാനൂ യൂതിറൂന ബിസലാസിൻ, അവർ വിത്ർ നിസ്കരിച്ചിരുന്നത് 3 റക്അത്ത് കൊണ്ടാണ്. അപ്പം 20 തറാവീഹും വിത്ർ 3 കൂടിയതാണ് മുവത്തയിൽ പറയുന്ന 23 എന്നത്. യഥാർത്ഥത്തിൽ 20 തറാവീഹും 3 വിത്റും പരസ്പര വൈരുദ്ധ്യമല്ല എന്ന് ഇമാം ബൈഹഖി അവിടെ ജമ്മു ചെയ്തിട്ടുണ്ട്. അന്നഹും കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാൻ ബി 20 റക്അ എന്നതും മാലിക് മുവത്ത റിപ്പോർട്ട് ബി 23 എന്നതും എല്ലാം സ്വഹീഹായ ഇസ്നാദുകളാണ്. ഇജ്മാ ആണ് ഉദ്ധരിക്കുന്നത്. അന്നഹും കാനൂ, അവരങ്ങനെയായിരുന്നു, ആരുടെയും വിമർശനമില്ലാതെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ നിസ്കരിച്ചിരുന്നത് 23 വിത്രടക്കം. വിത്തറില്ലാതെ തറാവീഹ് മാത്രം 20 എന്നത് സ്വഹിയായ ഇസ്നാദോട് കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇമാം ഷാഫി തെളിവിന് പിടിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുള്ള ആ ഒരു ഇജ്മാ, അത് ഇജ്മാ ആണെന്ന് ശറഹുൽ ലുബാബിലുണ്ട്, തുഹ്ഫയിലുണ്ട്. നോക്ക്, ആരുടെയും വിയോജിപ്പട വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഹദീസുമായി എതിരായാൽ ഇജ്മായിനെ മുന്തിക്കണം, അല്ല ഇജ്മായിനേക്കാൾ ഹദീസിനെ മുന്തിക്കണം. അതൊരു തനി പച്ച പോയത്തം എന്നല്ലാതെ ഒന്നുമല്ലല്ലോ. കാരണം ഇജ്മായി എന്താണെന്ന് മനസ്സിലാക്കണം. ഇമാം മഹല്ലി ജമ്മുൽ ജവാമിന്റെ ശറഹിൽ പ്രത്യേകമായി പറയുന്നു, 295 ജമ്മുൽ ജവാമി, വലാ ബുദ്ദ ലഹു അൽ ഇജ്മാഇ, ഇജ്മാഇന് കൂടാതെ കഴിയൂല, മിൻ മുസ്തനദിൻ, അതിനൊരു തെളിവ് വേണം. സ്വഹാബത്ത് ഒരു കാര്യം ഇജ്മാ ആവണമെങ്കിൽ, അല്ലെങ്കിൽ സ്വഹാബത്തിന് ശേഷമുള്ള മുജ്തഹിദീങ്ങൾ ഇജ്മാ ആവണമെങ്കിൽ അവർക്ക് അതിനൊരു തെളിവ് വേണം, പിടിവള്ളി വേണം. വൈലാ ലം യകുൻ ലിഖൈദിൽ ഇസ്തിഹാദി അൽ മഖൂദി ഫീ തഅരീഫിഹി മഅനൻ, അങ്ങനെയല്ലാതെ ഇജ്തിഹാദിൻ്റെ താരീഫിൽ ഒരു മുസ്തഹിദ്, അല്ല ഇജ്മാഇൻ്റെ താരീഫിൽ മുസ്തഹിദ് എന്ന പ്രയോഗമുണ്ട്. എന്താ ഇജ്മാഇൻ്റെ താരീഫ്? എന്താ? വഹുവ ഇത്തിഫാഖു മുസ്തഹിദിൽ ഉമ്മ ബഅദ വഫാത്തി നബിയിഹാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അസ്രിൻ അലാ അയ്യംരിൻ കാൻ. ഇതാണ് ഇജ്തിഹാദിൻ്റെ താരീഫ്, ഇജ്മാഇൻ്റെ താരീഫ്. അവിടെ മുസ്തഹിദുൽ ഉമ്മയായിരിക്കണം ഇത്തിഫാഖ് ആവേണ്ടത്. അപ്പോൾ ഇജ്തിഹാദ് ചെയ്യാൻ പിടിവള്ളി വേണം, ഖുർആനോ ഹദീസോ വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3-ാമത്തെ ദിവസം 8 റക്അത്ത് നിസ്കരിച്ചു എന്നുണ്ടെങ്കിലും മുമ്പത്തെ ദിവസം നിസ്കരിച്ചതും ബാക്കി റമളാൻ മുഴുവൻ നിസ്കരിച്ചതും, ഇത് ഹിജ്റയുടെ റമളാൻ വുജൂബാക്കിയ അതേ കൊല്ലം തന്നെ. ബദർ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തിയത് 20-ാമത്തെ രാത്രി പകലാണ്, തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച 17-ന് ബദർ യുദ്ധം കഴിഞ്ഞു, തിങ്കളാഴ്ച നബി തങ്ങൾ മദീനയിലെത്തി. ആ ചൊവ്വാഴ്ച മുതൽ ഇത്തികാഫിരിക്കുകയും അന്ന് തന്നെ മുതൽ നബി തങ്ങൾ നിസ്കരിക്കുന്നതുമാണ്. എത്രയാണ് നിസ്കരിച്ചത് എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് 20 നിസ്കരിച്ചത് എന്നും അത് ഇജ്മാ ആണ്, അത് തെളിവില്ലാതെ അവർ ചെയ്യില്ല എന്നും പറയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാലോ, ഇവർ സ്വന്തമായി ഒന്നും ചെയ്യുന്നതല്ല. ഒരു മുസ്തഹിദാണോ ഒരു കാര്യവും വെറുതെ ചെയ്യൂല. ഒരു ഇജ്മാ ആകുന്ന മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സ്വഹാബത്തും പ്രമുഖരായ താബീങ്ങളും അന്നത്തെ മുസ്തഹിദീങ്ങൾ ഒരു കാര്യം നടപ്പിൽ വരുത്തുമ്പോൾ തെളിവില്ലാതെ ചെയ്യില്ല. അത് അവർ അനുഭവിച്ചതാണ്, അവർ നിസ്കരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കാലത്ത് തന്നെ 9 വർഷം അവർ നിസ്കരിച്ചിട്ടുണ്ട്. ആ 9 വർഷം നിസ്കരിച്ച നിസ്കാരത്തിനോട് പിന്തുടർന്നുകൊണ്ടാണ് 20 അവർ നിസ്കരിച്ചത്. അവിടെ ഇമാം മുവത്തയിൽ കാണാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിപ്പിച്ചു എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. അതിനെപ്പറ്റി അൽ ഹാബീൽ ഫത്താവിൽ പറയുന്നുണ്ട്, അത് വഹ്മാണ്, ആ ഹദീസിൽ അത് അങ്ങനെ വന്നു പോയതാണ്.
ഏതോ റാവിക്ക് അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് തെളിവിന് പറ്റൂല എന്ന് പ്രത്യേകമായി അൽ-ഹാവിൽ ഫതാ പറയുന്നുണ്ട്. 20 നിസ്കരിച്ചുള്ള ഇജ്മാ ആണ്. ഇജ്മാഇനെ സംബന്ധിച്ച് ഒന്നും കൂടി മനസ്സിലാക്കണമെന്നല്ല, നല്ലതാണ്. ജമുൽ ജവാമി പറയുന്നു വഅന്നഹു ലാ യുആരിളുഹു ദലീലുൻ. ഇജ്മാ എന്നത് അതിന് എതിരായിട്ട് ഒരു തെളിവുണ്ടാവില്ല. ലാ ഖത്ഇയ്യുൻ വലാ ളന്നിയ്യുൻ, ഒരു തെളിവുണ്ടാവില്ല. ജമുൽ ജവാമി 2:201 നോക്ക്. അപ്പൊ ഇജ്മാ ആണ് എന്ന് വന്നാൽ അത് നിക്ക് തെളിവില്ലാതെ ഇജ്മാ ആവുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 വർഷം റമദാനിൽ തറാവീഹ് നിസ്കരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിൽ കാണാം, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫസല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതിക്കും. ആവശ്യത്തിൻ്റെ ഹദീസാണത്. ജനങ്ങളെ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയി നിസ്കരിച്ചോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പതിവായി നിസ്കരിച്ച് പോന്ന ഒന്നാണത്. അതിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്, 3-ാമത്തെ ദിവസം നിസ്കരിച്ചപ്പോൾ ജമാഅത്തായി നിസ്കരിച്ചത് 8 റക്അത്താണ്. ബാക്കിയുള്ള 12 റക്അത്ത് അതിൻ്റെ മുമ്പ് നിസ്കരിച്ചതാവാനാണ് സാധ്യത എന്ന് ഇമാമിങ്ങൾ പറയുന്നു. മറ്റൊരു സാധ്യത ഇമാമിങ്ങൾ പറയുന്നുണ്ട്, തറാവീഹ് 20 റക്അത്ത്, അത് 20 റക്അത്ത് നിസ്കരിച്ചാലേ തറാവീഹ് ആവുള്ളൂ എന്ന് കണക്കില്ല, എത്രയും നിസ്കരിക്കാം. 2 മുതൽ 20 വരേക്കും നിസ്കരിക്കാം ഇമാമിങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു 20 റക്അത്താണ് തറാവീഹ് എന്ന ആ തുടക്കത്തിൽ പറഞ്ഞ ആ മദ്ഹബിലേക്ക് തെളിവായി പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഇജ്മാ ആണ് എന്നല്ലാതെ ഇബ്നു ഹിബ്ബാന്റെയോ ഹുസൈമയുടെയോ ഹദീസല്ല. ആ ഹദീസ് കൊണ്ടുവന്നത് തറാവീഹ് ഒന്ന് വേറെയും വിത്രൊന്ന് വേറെയുമാണെന്ന് സ്വീകരിക്കാനാണ്. എന്ന് ഞാനത് ഉദ്ധരിച്ചല്ലോ, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന 8 റക്അത്തിൻ സുമ്മ ഔത്തറ. 8 റക്അത്ത് വേറെ നിസ്കരിച്ചു, 3 റക്അത്ത് വിത്റും നിസ്കരിച്ചു. സുമ്മ ഔത്തറ വിശദീകരിക്കാനാണ് ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. തറാവീഹിൻ്റെ എണ്ണം സമർത്ഥിക്കാനല്ല. പിന്നെ 8 എന്ന് പറയുന്നത് അതതാണ്, അതെനിക്ക് മഫ്ഹൂമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി കണ്ടോ, ഈ തറാവീഹ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? മഹാനവറുകൾ പറയുന്നു, ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു ആശയം അവിടെ വാദിച്ചിട്ടുണ്ട്. മഹല്ലി മുഹക്കിക്കാണ്. അവർ പറയുന്നത് മുഴുവനും സമർത്ഥിക്കാതെ അവർ പോകൂല, അവർ എല്ലാം കുതിര കയറുന്നത്. വസുമ്മിയത്ത് കുല്ലു അർബഇൻ മിൻഹാ, ഇതിൽ നിന്നുള്ള ഓരോരോ നാളിനും പേര് വെക്കപ്പെട്ടു തർവീഹത്തൻ. തർവീഹത്ത് എന്നതിൻ്റെ ജമ്മാണ് തറാവീഹ്. ഓരോരോ നാളിനും ഓരോരോ തർവീഹത്ത് എന്ന് പറയും. അതിന് കാരണം എന്താ? അതിന് ജമ്മാവുമ്പം തറാവീഹ്, തർവീഹത്തുകൾ. ലിഅന്നഹും കാനൂ യതറവ്വഹൂന അഖിബഹ, എല്ലാ നാളിൻ്റെയും ഉടനെ അവർ റെസ്റ്റ് എടുക്കുന്നവരായിരുന്നു. അയ്യസ്തരീഹൂന, യതറവ്വഹൂനൻ്റെ അർത്ഥം ഇസ്തിറാഹത്ത്. അവരൊന്ന് റെസ്റ്റ് എടുക്കും, ഇരുന്നിട്ട് അവർ കുറച്ച് നേരം നിസ്കാരം വീട്ടിയിട്ട് അടുത്ത റക്അത്ത് തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവരൊന്ന് വിശ്രമിക്കും. യസ്തരീഹൂന, വിശ്രമിക്കും. അപ്പം വിശ്രമങ്ങൾ ഉള്ള നിസ്കാരം, അതാണ് തറാവീഹ്. പേരും കണ്ടോ, മഹല്ലി അതും വിശദീകരിച്ചു. ഇനി മഹല്ലി പറഞ്ഞത് എന്താ? ഇത് പ്രത്യേകമായ നിസ്കാരമാണ്, അതുകൊണ്ട് ആ പ്രത്യേകമായ നിസ്കാരത്തെ തന്നെ കരുതണം. അതിന് തെളിവ് ഖാല ഫിർ റൗളത്തി, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ റൗളയിൽ പറഞ്ഞു, വലാ തസിഹു ബിനിയത്തിൻ മുത്ലഖത്തിൻ, മുത്തലക്കായ നീയത്ത്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് തറാവീഹ് എന്ന നിസ്കാരം എന്ന് കരുതാതെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയത് കൊണ്ട് ഈ തറാവീഹ് സഹിയാവൂല. ബൽ യൻബി റക്അത്തൈനി മിനത്ത് തറാവീഹി ഔ മിൻ ഖിയാമി റമളാൻ,
തറാവീഹിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നു എന്നോ, അല്ല ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ തുഹ്ഫയെല്ലാം പറഞ്ഞതുപോലെ തറാവീഹ് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നോ നിയ്യത്ത് വെക്കണം. അല്ല ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് കൊണ്ട് തറാവീഹ് ആവൂല. കാരണം തറാവീഹ് പ്രത്യേകമായ നിസ്കാരമാണ്. പ്രത്യേകമായ നിസ്കാരമാകുമ്പോൾ അങ്ങനെ തന്നെ നിയ്യത്തിൽ വെക്കണമെന്ന് നിയ്യത്തിൻ്റെ ബാബിൽ പ്രത്യേകമായി വിശദീകരിച്ചിട്ടുണ്ട്. ഖാല ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലോ സ്വല്ലാ അർബഅൻ, നേരത്തെ പറഞ്ഞല്ലോ തറാവീഹ് ഈ രണ്ട് റക്അത്തായി തന്നെ നിസ്കരിക്കണം. അതിന് തെളിവ് മദ്ഹബ് പറയുന്ന ആളാണ് ഇമാം നവവി. ആ നവവി പറയാണ്, വലോ സ്വല്ലാ അർബഅൻ ബിതസ്ലീമത്തിൻ, ഒറ്റ സലാം വീട്ടൽ കൊണ്ട് 4 റക്അത്ത് ഒരാൾ കൂട്ടി നിസ്കരിച്ചാൽ ലം തസിഹ, അത് സഹിയാവൂല. ആ നിസ്കാരം തറാവിയായിട്ട് സഹിയാവൂല. ദക്റഹുൽ ഖാദി ഹുസൈൻ, ഇത് മദ്ഹബിലെ പ്രധാന അസ്ഹാബുൽ ഉജൂഹിൽപ്പെട്ടവരാണെന്ന അഭിപ്രായമുള്ള ബഹുമാനപ്പെട്ട ഖാദി ഹുസൈൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ത്? ലിഅന്നഹു ഖിലാഫുൽ മശ്റൂ. ഇതാണ് മദ്ഹബ്. മദ്ഹബ് പഠിച്ചോ? മദ്ഹബ് ആദ്യം എന്താണെന്ന് പഠിക്കണം. ലിഅന്നഹു ഖിലാഫുൽ മശ്റൂ, ശറഹാക്കപ്പെട്ടതിൻ്റെ എതിരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച കാലത്തോ സ്വഹാബത്തുകളോ ആരും തന്നെ തറാവി കൂട്ടി നിസ്കരിച്ചതായി വന്നിട്ടില്ല. 2ൽ കൂടുതൽ റക്അത്ത് ഒന്നായിട്ട് നിസ്കരിച്ചതായി വന്നിട്ടില്ല. ഒരു ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ചര്യയില്ലാത്ത ഒന്ന് 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുക, 2 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുക, അങ്ങനൊന്നും വരാത്തത് കൊണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ അത് ശരി തന്നെ ആവില്ല. എങ്ങനെയാണോ റസൂലുള്ള കാണിച്ചു തന്നത്, എങ്ങനെയാണോ സ്വഹാബത്ത് നബി തങ്ങളിൽ നിന്ന് പഠിച്ച് പാടി കാണിച്ചു തന്നത്, അത് അങ്ങനെ തന്നെയായിരിക്കണം. നേരെ വിത്ത് ഒന്നായിട്ട് നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട്. ളുഹറിൻ്റെ നിസ്കാരം മുമ്പത്തെയും ശേഷത്തെയും 4 റക്അത്ത് നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിച്ചോ അങ്ങനെ വന്നിട്ടുണ്ട്. അത് നിസ്കരിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം. പക്ഷേ തറാവീഹ് ഒരിക്കൽ പോലും 2ൽ കൂടുതൽ റക്അത്ത് കൂട്ടി നിസ്കരിച്ചതായിട്ട് വരാത്തത് കൊണ്ട് 4 റക്അത്ത് ഒന്നായിട്ടോ അതിൽ കൂടുതൽ ഒന്നായിട്ടോ നിസ്കരിച്ചാൽ അത് തറാവീഹായി സംഭവിക്കൂല. അത് തറാവീഹ് ആവൂല. അത് ഈ രണ്ട് റന്നായി നിസ്കരിക്കണം. കാരണം അങ്ങനെയാണ് അത് ശറഅക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ, ഹദീസ്, നബി തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ചര്യകൾ അതിനോട് കദമ പിന്തുടരുന്നതാണ് മദ്ഹബുകൾ. അങ്ങനല്ലാതെ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ആരും തന്നെ ഒന്നും പറയില്ല. തെളിവുണ്ടോ? ലിഅന്നഹു ഖിലാഫുൽ മശ്റൂ. ഇതാണ് ഇമാം മഹല്ലി പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുസ്ലിയാർ ആ സലഫി മുജാഹിദ് അയാൾ ഉദ്ധരിച്ച അതിൽ പ്രധാനപ്പെട്ട 6 തെറ്റുകളുണ്ട്. 1, അയാൾക്ക് അൽ അസഹു എന്ന് പറഞ്ഞ അർത്ഥം അറിയില്ല. 2, വൽ അസ്ലു ഫീഹ അത്തറാവിന ഫീഹ വൽ അസ്ലു ഫീഹ റഫീന മർജില എന്താണെന്നറിയില്ല. ഫലം യഖ്റുജ് ലഹും ഫി റാബിഅ എന്ന ഹദീസിൽ പറഞ്ഞത് എനിക്ക് പരിന്ന് ഉറപ്പെട്ടില്ല എന്നാണ് അർത്ഥം വെക്കുന്നത്. പള്ളിയിൽ നിന്ന് മറിച്ചിട്ട് കൊടുത്തുനിന്ന് നബി തങ്ങൾ പള്ളിയിൽ ഇത്തിക്കാഫിൽ കൊടുത്തുനിന്ന് എന്ന് അർത്ഥം വെക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് അർത്ഥം വെക്കുന്നുണ്ട്. പിന്നെ ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഖുസൈമൻ്റെ ഹദീസ് കൊണ്ടുവന്നത് തറാവി 20 പറയാനാണ്. പച്ച കള്ളം പറയാണ്. അത് പിന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഇമാമീങ്ങളെ മേലിൽ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന നാശം പിടിച്ച പണ്ഡിത വേഷധാരികളെ സ്വർണ്ണ തൊട്ട് അള്ളാഹു നമ്മെ കത്തിരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിധികൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിനോട് പിന്തുടർന്നും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും കാണിച്ചു തന്നതിനോട് പിന്തുടരാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.